ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കേസിലേക്ക് സ്വാഗതം. കർണാടകയിലെ ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിലാണ് 37 വയസ്സുള്ള ദർശൻ ജീവിച്ചു വരുന്നത്. ദർശൻ അവിടെ സ്വന്തമായിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ തന്നെ നടത്തിവരികയാണ്. തൊട്ടടുത്തുള്ള ഒരുപാട് ചെറിയ ഹോസ്പിറ്റലുകളിലെ കണക്ഷൻ ദർശനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് ദർശന്റെ ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് വരും. ആദ്യം അത് ചെറിയൊരു സ്ഥാപനമായിരുന്നു. ഒരുപാട് പേഷ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് വളരെ വലുതാക്കി അവിടേക്ക് ഒരുപാട് സ്റ്റാഫുകളെ നിയമിക്കുകയും ചെയ്തു. ദർശന്റെ സാമ്പത്തിക മാർഗം അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുടുംബജീവിതം നോക്കുകയാണെങ്കിൽ ശ്വേത എന്നാണ് ദർശന്റെ ഭാര്യയുടെ പേര്. 30 വയസ്സാണ് പ്രായം. കാണാൻ അതിസുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയാണ്. ഭാര്യ സുന്ദരിയാണ് എന്നുള്ളത് കൊണ്ടല്ല, 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഒരേ കോളേജിലാണ് ഇവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദർശന്റെ ജൂനിയർ ആണ് ശ്വേത. കുറച്ചു കാലം പ്രണയിച്ചിട്ട് വളരെ ഈസി ആയിട്ട് പിന്നീട് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി യാതൊരു കുഴപ്പവും ഇല്ലാതെ വിവാഹം കഴിച്ചവരൊന്നുമല്ല ഇവര്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്. കാരണം ഇവർ രണ്ടുപേരുടെ വീട്ടുകാർക്കും ഈ വിവാഹത്തിന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നിട്ട് ഒരുപാടൊക്കെ ബുദ്ധിമുട്ടി, ഒരുപാടൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ശേഷമാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. വിവാഹശേഷം ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരവരുടെ ജീവിതം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഡയഗ്നോസ്റ്റിക് സെന്റർ എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം വിവാഹം കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. പൊതുവെ ഇവരുടെ മാതാപിതാക്കൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും സക്സസ് ആയിരിക്കില്ല എന്നാണ്. ഇവർ തമ്മിൽ തല്ലി പിരിയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇവർ വളരെ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഒന്നു ചേർന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓവറാക്കിയിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിന് ശേഷം ഇവരുടെ കുടുംബജീവിതം എങ്ങനെയാണ് തകരുന്നത്, അത് ഏത് രീതിയിലേക്ക് കൊണ്ടുചെന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. കാരണം എങ്ങനെ മാറിപ്പോയി എന്ന്. ഓക്കെ, അങ്ങനെ ഇവരുടെ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഡിസംബർ 11, 2023 സമയം രാവിലെ 6 മണിക്ക് ശ്വേതയുടെ വീട്ടിലേക്ക്, അതായത് ശ്വേതയുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ശ്വേതയുടെ ഏട്ടനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഫോൺ വിളിച്ചിരിക്കുന്നത് ദർശന്റെ ബ്രദറായിട്ടുള്ള ദീപക് ആണ്. വിളിച്ചപാടെ ദീപക് ഈ പറയുന്ന ശ്വേതയുടെ ചേട്ടനോട് പറഞ്ഞ കാര്യം, നിങ്ങളുടെ സഹോദരി ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി എന്നാണ്. രാവിലെ 6 മണിക്ക് എൻ്റെ അനുജൻ ദർശൻ ശ്വേത കിടക്കുന്ന റൂമിലേക്ക് പോയിട്ട് ശ്വേതയെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ശ്വേത എഴുന്നേൽക്കുന്നില്ല. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് വരണമെന്ന് ദീപക് ഈ പറയുന്ന ശ്വേതയുടെ ഏട്ടനോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. രാവിലെ ഇതുപോലൊരു ഫോൺ വന്നിട്ട് അതിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്തായിരിക്കും ശ്വേതയുടെ വീട്ടുകാരുടെ അവസ്ഥ? അവർ മാനസികമായിട്ട് ആകെ തകർന്നു പോയി. അവർ ചിന്തിക്കുന്നത്, ഞങ്ങളുടെ മകൾക്ക് ആകെ 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അവൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്? എന്താണ് എൻ്റെ മകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വല്ലാത്തൊരു വേവലാതിയോടുകൂടി, വെപ്രാളത്തോടുകൂടി അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ശ്വേതയും ഭർത്താവും താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ശ്വേതയും ദർശനും താമസിക്കുന്ന ആ വീട്ടിലേക്ക് ശ്വേതയുടെ വീട്ടുകാരെത്തി. അവിടെ എത്തിയിട്ട് അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ശ്വേതയുടെ മരണാനന്തര ആ ഒരു ചടങ്ങുകളില്ലേ, അതൊക്കെ ആ ശരീരത്തിൽ ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ്. അതായത് ഇവരെ വിളിച്ചിട്ട് വെറും 15 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ചടങ്ങുകളെല്ലാം തന്നെ ചെയ്യാനുള്ള ആ ഒരു ധൃതി ഈ പറയുന്ന ദർശന്റെ വീട്ടുകാരും കാണിക്കുകയാണ്. ശ്വേതയുടെ വീട്ടുകാർ വരാനായിട്ട് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ശ്വേതയുടെ ശരീരം ഇവർ കത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. ശ്വേതയുടെ ചേട്ടന്റെ മനസ്സിലും ശ്വേതയുടെ വീട്ടുകാരുടെ മനസ്സിലും ഇങ്ങനെ ഒരു സംശയം, എന്താണ് ഇവർ പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു മരണ വീടാണ്. പെട്ടെന്ന് അവർക്കത് പ്രകടിപ്പിക്കാനായിട്ട് കഴിഞ്ഞതുമില്ല. എന്തായാലും ശ്വേതയുടെ ഭർത്താവായിട്ടുള്ള ദർശൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അരികിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അദ്ദേഹവും ഈ പറയുന്ന ചടങ്ങുകൾ വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു തിടുക്കത്തിലാണ്. ഇവിടെ തൻ്റെ അനുജത്തിയുടെ ജീവനറ്റ ശരീരം കണ്ടിട്ട് നെഞ്ച് തകർന്ന് നിൽക്കുകയായിരുന്നു ശ്വേതയുടെ ചേട്ടൻ. അവിടെ പോയിട്ട് ആ ഒരു ശരീരത്തിൻ്റെ കാൽഭാഗം തൊട്ടിട്ട് ആ ഒരു വല്ലാത്തൊരു ഫീലിങ്സോടുകൂടി അദ്ദേഹം അവിടെ കരയുകയാണ്. ആ കരയുന്ന സമയത്ത് ശ്വേതയുടെ കാലിൻ്റെ ഭാഗത്ത് ചില പാടുകൾ ആ ചേട്ടൻ കണ്ടു. ചുവന്ന ചില തടുപ്പുകൾ ആരോ അതിക്രൂരമായിട്ട് മർദ്ദിച്ചതുപോലെ. കൈയിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് അവിടെയും ഇതേപോലെ തന്നെ മർദ്ദിച്ച പാടുകൾ ഉണ്ടായിരുന്നു. എന്തോ ഈ വീട്ടിൽ തെറ്റായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ശ്വേതയുടെ ചേട്ടന് തോന്നുക മാത്രമല്ല, ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ശ്വേതയുടെ ആ ഒരു ശരീരം ഇവർ കത്തിച്ച് കളയും. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് പോലീസുകാരോട് ഈ കാര്യം പറയാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ദർശന്റെ വീട്ടിലേക്ക് വരണം, അവിടെ എൻ്റെ പെങ്ങൾ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ അതൊരു സാധാരണ മരണമല്ല, അതൊരു അസ്വാഭാവിക മരണമാണ്. വരാൻ ലേറ്റായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ചടങ്ങുകൾ പോലും വളരെ പെട്ടെന്ന് ചെയ്യും. എൻ്റെ പെങ്ങളുടെ ശരീരം അവർ കത്തിച്ച് കളയും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അവിടേക്ക് വന്നിട്ട് ഈ പറയുന്ന ചടങ്ങുകളെല്ലാം തന്നെ നിർത്തിവെക്കാനായിട്ട് പറയണമെന്ന്
സ്റ്റേഷനിൽ പോയിട്ട് പറയാണ്. പോലീസുകാർ കേട്ടപാടെ ഒട്ടും ലേറ്റ് ആക്കാതെ വളരെ പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വന്നിട്ട് ചടങ്ങുകളെല്ലാം തന്നെ നിർത്തിവെക്കാനായി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ ദർശനോടും ദർശന്റെ വീട്ടുകാരോടും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ മരണമല്ല, ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിയാൽ പോരാ, അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഓട്ടോപ്സി ചെയ്യാനായിട്ട് ഈ ബോഡി അയച്ചു കൊടുക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയാണ്. ഇത് കേട്ടപ്പോൾ ദർശൻ പറയുന്നത്, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ ഭാര്യയുടെ ശരീരം വെട്ടിമുറിക്കാനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല. അവൾ ഇനിയും മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനൊരു വേദന അവളുടെ ശരീരം അനുഭവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത വികാര പ്രകടനം അവിടെ നടത്തുകയാണ്. പക്ഷേ ദർശന്റെ വികാര പ്രകടനങ്ങൾ വകവയ്ക്കാതെ ശ്വേതയുടെ ചേട്ടൻ പോലീസുകാരോട് പറഞ്ഞു, നമുക്ക് ഈ ശരീരം ഓട്ടോപ്സി ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഈ പറയുന്ന ദർശന്റെ കുടുംബവും ശ്വേതയുടെ കുടുംബവും തമ്മിൽ അവിടെ വെച്ച് ഒരുപാട് വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയാണ്. ദർശനും ദർശന്റെ ചേട്ടനായിട്ടുള്ള ദീപക്കും എത്രയൊക്കെ നിലവിളിച്ച് പറഞ്ഞിട്ടും ഈ പറയുന്ന ശ്വേതയുടെ വീട്ടുകാരും പോലീസുകാരും അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ആ ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു. ഇവിടെ ശ്വേതയുടെ ചേട്ടൻ പെട്ടെന്ന് ഒരു തെളിവ് പോലീസുകാരുടെ മുന്നിൽ കൊണ്ടുവന്ന് ചെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ശ്വേതയുടെ മൊബൈൽ ഫോണാണ്. ശ്വേതയുടെ ചേട്ടന് അവളുടെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും എന്തെങ്കിലും ക്ലൂ ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അനുജത്തിയുടെ ഫോൺ എടുത്തിട്ട് അതിന്റെ ലോക്ക് എല്ലാം തന്നെ തുറന്നിട്ട് അതിൽ പരിശോധിച്ചപ്പോൾ അതിലൊരു കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ശ്വേത ഒരു ലേഡിയോട് ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷനാണ് അതിലുള്ളത്. ശ്വേത ആ കോൾ റെക്കോർഡിൽ ഒരു ലേഡിയോട് പറയുന്നുണ്ട്, ഒരു സ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളൂ, ദയവ് ചെയ്ത് എൻ്റെ കുടുംബജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, ഞങ്ങൾക്കൊരു മകനുണ്ട്, എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുക്കരുത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ദേഷ്യത്തോടു കൂടിയുള്ള ആ ഒരു സംസാരം കുറഞ്ഞ് അവസാനം ആ ഒരു കോൾ റെക്കോർഡിൽ ഈ പറയുന്ന ശ്വേത കരയുന്നുമുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് പോയി തരാമോ, ഇനിയും എൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ഒരു കോൾ റെക്കോർഡിന്റെ എൻഡ് ശ്വേത കരയുന്നുണ്ട്. തൻ്റെ അനുജത്തിയുടെ ശബ്ദം ഇടറിക്കൊണ്ടുള്ള ഈ ഒരു കോൺവെർസേഷൻ കേട്ട ശ്വേതയുടെ ചേട്ടന് ഉറപ്പായിരുന്നു ഒരു പക്ഷേ ഈ പറയുന്ന ഫോൺ സംഭാഷണവും ഈ നടന്ന മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമെന്ന്. അങ്ങനെയാണ് ആ ഒരു ഫോണ് പോലീസുകാരുടെ മുന്നിൽ കൊടുക്കുന്നതും ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുക്കുന്നതും. പോലീസ് ഉദ്യോഗസ്ഥർ ഈ വോയിസ് ക്ലിപ്പിനെ കുറിച്ച് ദർശനോട് ചോദിച്ചപ്പോൾ ദർശൻ പറഞ്ഞ കാര്യം, ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കാര്യങ്ങളല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയോട് വളരെ സിൻസിയർ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്, നല്ലൊരു ജീവിതമാണ് ഞങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത്, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദർശൻ പോലീസുകാരോട് പറയാണ്. പോലീസുകാർക്ക് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഓട്ടോപ്സി റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പോലീസുകാരും വിചാരിക്കുന്നു. ഫൈനലി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ പോലീസുകാർ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വായിച്ചിട്ട് അതിനുശേഷം മറ്റൊന്നും ആലോചിക്കാതെ ദർശനെയും ദർശന്റെ ജ്യേഷ്ഠനെയും കസ്റ്റഡിയിലെടുക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് ഇതുപോലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ കാരണം ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ശ്വേത ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ അത് നോർമലായിട്ട് വരുന്നൊരു ഹാർട്ട് അറ്റാക്ക് അല്ല, ശ്വേതയുടെ ശരീരത്ത് എന്തോ ഒരു പോയിസൺ കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ ശരീരത്തിലെ ഓർഗൻസ് എല്ലാം തന്നെ ഡിസേബിൾ ആയിട്ടാണ് ഇവർക്ക് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ദർശനോടും ദർശന്റെ ജ്യേഷ്ഠനോടും പോലീസുകാർ സാധാരണ രീതിയിൽ ചോദിച്ചു, ഈ രീതിയിലാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ശ്വേതയെ ചെയ്തതെന്ന് പോലീസുകാർ ചോദിച്ചു. എന്നാൽ അവർ രണ്ടുപേരും യാതൊരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ പോലീസുകാർ അവരുടെ രീതിയിൽ ചോദിച്ചു. തെളിവുകളെല്ലാം തന്നെ മുൻനിർത്തിയിട്ട് ഈ പറയുന്ന വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും പിന്നെ സംശയം തോന്നുന്ന ഇവരുടെ ആ ഒരു പ്രവർത്തികളും വളരെ പെട്ടെന്ന് ചടങ്ങ് ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നൊക്കെ പോലീസുകാർ ചോദിക്കുകയാണ്. മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പായപ്പോൾ ദർശനും ദർശന്റെ ചേട്ടനായിട്ടുള്ള ദീപക്കും എന്താണ് സംഭവിച്ചത് എന്ന് പോലീസുകാരോട് തുറന്നു പറഞ്ഞു കൊടുത്തു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ദർശന്റെ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പേഷ്യൻസിന്റെ തിരക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അതായത് ഈ പറയുന്ന കൊറോണ എല്ലാം തന്നെ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടായിരുന്നു, മനുഷ്യരുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലെല്ലാം തന്നെ തിരക്ക് ഒരുപാട് കൂടുതലായിരുന്നു. ഇത്തരത്തിൽ തിരക്ക് ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ പുതിയ കുറച്ച് സ്റ്റാഫുകളെ ദർശൻ നിയമിക്കുകയും ചെയ്തു. ഇങ്ങനെ ദർശൻ പുതിയതായിട്ട് ജോലി കൊടുത്ത സ്റ്റാഫുകളിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. ഇതിലെ ഒരു ലേഡി കാണാൻ വളരെ ഭംഗിയുള്ളൊരു സ്ത്രീയാണ്. അവർ ഒരു ലേഡി ആണെങ്കിലും അവരൊരു അമ്മ കൂടിയാണ്. അവർക്കൊരു മകളുണ്ട്, എന്നാൽ അവർക്ക് ഭർത്താവില്ല, ഭർത്താവ് മരിച്ചു പോയിരിക്കുകയാണ്. ഈ ഒരു ലേഡിയെ കണ്ടപ്പോൾ തന്നെ ദർശന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇവരെ നല്ല രീതിയിൽ പരിചയപ്പെട്ട് ഒരു സൗഹൃദം ഇവരുമായിട്ട് സ്ഥാപിക്കണമെന്ന്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദർശൻ സാധാരണയിലും കൂടുതൽ സമയം ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് സെന്ററിൽ സമയം ചെലവഴിക്കാനായി തുടങ്ങി. ഈ പറയുന്ന സ്റ്റാഫിനെ കാണാൻ വേണ്ടിയിട്ട്, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഇടപഴകാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന സ്ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓണർ ഒരുപാട് തന്നോട് അടുപ്പം കാണിക്കുന്നു, തന്നോട് സംസാരിക്കാനായിട്ട് എപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദർശൻ സംസാരിക്കാനായിട്ട് വരുമ്പോൾ ഈ
സ്ത്രീയും അതിന് നിന്നുകൊടുത്തു. ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകും തോറും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം ഒരു നല്ല സുഹൃത്തുക്കളെ പോലെയായി. ഈ സുഹൃത്ത് ബന്ധം വളരെ പെട്ടെന്ന് തന്നെ തെറ്റായ ബന്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഇവിടെ ദർശൻ തൻ്റെ വീട്ടിൽ തനിക്കൊരു ഭാര്യയും മകനുമുണ്ട് എന്നുള്ള കാര്യം ചിന്തിച്ചതേയില്ല. ഈ പറയുന്ന സ്ത്രീയാണെങ്കിലും ദർശൻ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എന്നതിലുപരി ഇയാൾക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട് എന്നുള്ള കാര്യം ഈ സ്ത്രീയും ആലോചിച്ചില്ല. ഇവർ രണ്ടുപേരും ഇവരുടെ ഈ തെറ്റായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി മറ്റാരും അറിയാതെ. ആദ്യമൊക്കെ ദർശനും ഈ പറയുന്ന സ്ത്രീയും വളരെ സീക്രട്ടായിട്ട് മറ്റാർക്കും അറിയാതെ സംശയമൊന്നും തോന്നാതെയാണ് സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ കണ്ടിരുന്നത് ഒക്കെ എങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവർ രണ്ടുപേരും മറ്റാർക്കും സംശയം തോന്നുന്നില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചപ്പോൾ ഇവർ മൊത്തത്തിലൊന്ന് ഫ്രീ ആയ പോലെയായി. ദർശൻ ഈ പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് കിടക്കാനായിട്ട് പോയി തുടങ്ങി. അതുകൂടാതെ ഇവർ രണ്ടുപേരും വെളിയിൽ കറങ്ങാനായിട്ട് പോവുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ റൂം എടുത്തിട്ട് സമയം ചെലവഴിക്കാനായി തുടങ്ങുകയാണ്. മൊത്തത്തിൽ പരസ്യമായിട്ടുള്ള രഹസ്യമായി മാറി ഇവരുടെ ബന്ധം ആ സ്ഥാപനത്തിൽ. എന്തായാലും ശ്വേത വളരെ വൈകിയാണ് ഇങ്ങനൊരു കാര്യം അറിയുന്നത്, തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന്. ശ്വേതയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും കുറേ കാലം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. അതും സാധാരണ രീതിയിൽ വിവാഹം കഴിച്ചതല്ല, വീട്ടുകാരുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതിനിടയിലാണ് ഇതുപോലൊരു കാര്യം നടക്കുന്നത്. ശ്വേത ദർശന്റെ ഈ തെറ്റായ ബന്ധത്തെക്കുറിച്ചുള്ള കാര്യം ദർശനോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫുമായിട്ട് നിനക്ക് തെറ്റായ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്വേത ദർശനോട് പറഞ്ഞു. ദർശൻ പറയുന്നത്, നീ അവരാരും പറയുന്നൊന്നും കേൾക്കണ്ട, എന്നെ നിനക്ക് വിശ്വാസമില്ലേ, ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്, നിന്നോട് വല്ല അനിഷ്ടം ഞാൻ കാണിക്കുന്നുണ്ടോ, നീ പറയുന്ന പോലെയൊക്കെയല്ലേ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നീ മറ്റാരും പറയുന്നത് കേൾക്കണ്ട, അവരെല്ലാം തന്നെ അസൂയ കൊണ്ട് പല കാര്യങ്ങളും പറയും, നീ ഞാൻ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് ദർശൻ ഭാര്യയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. പക്ഷേ എത്രയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ശ്വേതയുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയല്ലേ, അവരെ ഇവിടെ വെച്ച് കണ്ടു, ഈ രീതിയിലാണ് അവർ ഇടപഴകുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ പറയല്ലേ. എന്തായാലും ശ്വേത ദർശന്റെ ഫോണിൽ നിന്നും ഈ പറയുന്ന ലേഡിയുടെ ആ ഒരു നമ്പർ കളക്ട് ചെയ്യാണ്. എന്നിട്ട് ആ സ്ത്രീയെ ഫോണിൽ വിളിച്ച പാടെ ശ്വേത, എനിക്ക് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാം തന്നെ അറിയാമെന്ന രീതിയിലാണ് ആദ്യം സംസാരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ പോട്ടെ, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഒരിക്കലും ഇത് തുടരാനായിട്ട് പാടില്ല. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ നിർബന്ധിക്കരുത്, എൻ്റെ ഭർത്താവ് പറയുമ്പോൾ കൂടെ ചെല്ലരുത് എന്നുള്ള കാര്യമൊക്കെ ഫോണിലൂടെ പറയുകയാണ്. ഇങ്ങനെ ആദ്യം ദേഷ്യത്തിൽ സംസാരിച്ച് അവസാനം ബെഗ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി. ശ്വേത ഈ പറയുന്ന സ്ത്രീയുടെ കാല് പിടിച്ച് പറയുന്നത് പോലെ, ദയവ് ചെയ്ത് എൻ്റെ കുടുംബജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുന്ന രീതിയിലെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ കോൾ റെക്കോർഡാണ് ശ്വേതയുടെ ചേട്ടൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ശ്വേത ഫോണിലൂടെ ആ സ്ത്രീയോട് കരഞ്ഞും ദേഷ്യപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും കാര്യമായിട്ടുള്ള റീപ്ലൈ ഒന്നും പറയുന്നില്ല. അവർ ജസ്റ്റ് മൂളുക മാത്രമാണ് ചെയ്തത്. അതായത് പറ്റുമെന്നോ അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യില്ല എന്നോ ചെയ്യുമെന്നോ ഒന്നും തന്നെ അവർ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഈ പറയുന്ന സ്ത്രീ ദർശനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ രീതിയിലെല്ലാം തന്നെ എന്നോട് സംസാരിച്ചു, എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, അതിനുശേഷം കരഞ്ഞ് സംസാരിച്ചു എന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ സ്ത്രീ ദർശനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദർശൻ ആകെ മൊത്തം ദേഷ്യം തോന്നുകയാണ് ശ്വേതയുടെ മേൽ. ശ്വേതയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം തുടർന്ന് കൊണ്ടുപോകാമെന്നാണ് ദർശൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്വേത തന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് ദർശൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം ഇനി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ദർശന് കഴിയില്ല. സോ ഇവിടെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദർശന് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒഴിവാക്കാനായിട്ട് കഴിയില്ല. ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ദർശൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കാമെന്ന് ദർശൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 10, 2023 രാത്രി ശ്വേത രാഗി കൊണ്ട് ഒരു വിഭവം എല്ലാം തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെക്കും. ആ ഒരു വിഭവത്തിൽ സൈനഡ് മിക്സ് ചെയ്തു ദർശൻ. സൈനഡ് കലർത്തിയ ആ വിഭവം ശ്വേത കഴിച്ചതും അവരുടെ ശരീരത്തിലെ ഓർഗൻസ് എല്ലാം തന്നെ ഡിസബിൾ ആവാൻ തുടങ്ങി. പതിയെ ഹാർട്ട് അറ്റാക്ക് വന്ന് അവർ മരിച്ചു പോവുകയും ചെയ്തു. ശ്വേത മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ദർശൻ ശ്വേതയുടെ ശരീരത്തെ എടുത്തിട്ട് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് സാധാരണ കിടക്കുന്ന രീതിയിൽ പുതപ്പെല്ലാം തന്നെ മൂടിക്കൊടുത്തു. ദർശനം തൊട്ടപ്പുറത്തെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. രാവിലെ എന്തോ ശ്വേതയെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് ശ്വേത എഴുന്നേറ്റില്ല, ശ്വേതയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രചരണം
ആ ഒരു തെറ്റായ പ്രചരണം അവിടെ എല്ലാം തന്നെ പറഞ്ഞു പരത്തുകയും ഈ പറയുന്ന ദർശൻ ഈ പറയുന്ന ശ്വേതയുടെ ശരീരത്തിന് മുമ്പിലായിട്ട് നിലവിളിച്ച് പൊട്ടി കരയുകയും ചെയ്തു. ദർശൻ ചെയ്ത ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി എല്ലാം തന്നെ തൻ്റെ ചേട്ടനായിട്ടുള്ള ദീപകിനെ രാവിലെ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ദീപകിന് ദർശൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. എന്തായാലും തൻ്റെ അനുജൻ എന്തൊക്കെ വലിയ തെറ്റ് ചെയ്താലും ഞാൻ അവൻ്റെ കൂടെ നിൽക്കൂ എന്ന് വിചാരിച്ചിട്ട് ദീപക്കും സ്വന്തം അനുജൻ്റെ കൂടെ നിന്നു. ദർശനും ദീപക്കും ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പോലീസുകാർ ആകെ മൊത്തം ഷോക്കായി പോയി. നീ നിൻ്റെ ഭാര്യയെ ഒരുപാട് പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ലേ, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു മകനില്ലേ, ഇതുപോലൊരു ക്രൂരത നിനക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിഞ്ഞത്, നിൻ്റെ മകൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് നിനക്ക് ഇതിനൊക്കെ കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ദർശന് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ ഇല്ല പറയാനായിട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ശ്വേതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദർശന് ജീവപര്യന്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ വിധിയൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എല്ലാവരും അല്ല, എന്നാലും പൊതുവെ ഞാൻ പറയാണ്, ഈ മനുഷ്യരെന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ജാതിയാണ്. എപ്പോൾ മാറുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ എത്ര വർഷം പ്രണയിച്ചതാണ്, എങ്ങനെയൊക്കെ പ്രണയിച്ചതാണ്, എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്താണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാം, എന്തും ചിന്തിക്കാം. അതാണ് മനുഷ്യൻ. ഒരു പക്ഷേ പല ആളുകളും ഇപ്പോഴും ഇങ്ങനെയൊന്നും ചെയ്യാതെ, ചീറ്റിംഗ് ഒന്നും ചെയ്യാതെ മുന്നോട്ട് പിടിച്ചു നിന്ന് പോകുന്നത് ഇതുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം. അവരുടെ എല്ലാം മനസ്സിൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണകൾ ഒരുപാട് തോന്നിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവണം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പൊതുവെ നോക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും തെറ്റ് ചെയ്യും. അങ്ങനെ വിശ്വസിക്കാൻ തരമുള്ളൂ. ഇതിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും, പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.